ഹലോ ഗൈസ്, ഇന്ന് അമ്മയും മക്കളും കൂടിയാണ് കേട്ടോ പുറത്ത് പോകുന്നത്. അമ്മയ്ക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പൊ മീറ്റിംഗിനിടയ്ക്ക് അമ്മയ്ക്ക് കിട്ടിയ സ്നാക്സിന്റെ ബോക്സ് ആണ് കേട്ടോ ഇപ്പൊ തുറക്കുന്നത്. സോ ബസ് സ്റ്റാൻഡിലായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് തുറക്കാതിരിക്കാൻ പറ്റിയില്ല. അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോട് ബസ് വന്നപ്പോൾ അതിലേക്ക് ഓടിക്കയറി. പണ്ടൊക്കെ KSRTC എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് KSRTC ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും അധികം ദൂരം പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് KSRTC മാത്രമാണ്. സോ ഞങ്ങൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. ഇനി അവിടെ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മൊത്തം 5 പേരുള്ളതുകൊണ്ട് തന്നെ ഒരു ഓട്ടോയിൽ 4 പേര് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞങ്ങൾ 3 പേര് ഒരു ഓട്ടോയിലും 2 പേര് വേറെ ഓട്ടോയിലും കൂടിയായിട്ട് പോയി. സോ 50 രൂപയാണ് കേട്ടോ ഒരു ഓട്ടോയ്ക്ക് ചാർജ് വരുന്നത്. പക്ഷെ ഞാനിവിടെ പഠിക്കുന്ന സമയത്തൊക്കെ വെറും 30 രൂപ മാത്രമായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഈ ഓട്ടോയ്ക്കുള്ള ചാർജ്. ഇത് സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലൂടെ അല്ല കേട്ടോ ഈ ഓട്ടോ പോകുന്നത്. ഇത് വേറെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ സ്ഥലത്തെത്തി. സോ സ്ഥലം വേറെ എവിടെയല്ല, വീണ്ടാകുമ്പോൾ ഞങ്ങളുടെ ബീച്ചിലാണ് കേട്ടോ. ഒരു പ്രാവശ്യം ബീച്ചിൽ വന്നാൽ എന്താണെന്നറിയില്ല, വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ വരാനുള്ള ഓരോരോ കാരണങ്ങളുണ്ടാവും കേട്ടോ. സോ ഞങ്ങളാണ് ആദ്യം എത്തിയെന്നാണ് വിചാരിച്ചത്. ബാക്കിൽ അവർ വന്ന ഓട്ടോ കാണുന്നില്ല. അപ്പം ഞങ്ങൾ വിളിച്ച് നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഈ ഭാഗത്തല്ല ഇറങ്ങിയത്, വേറൊരു ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പഴയ കുഞ്ഞു കുഞ്ഞു തട്ടുകടയൊക്കെ ഭയങ്കര മിസ് ചെയ്തു കേട്ടോ. ഫുഡ് കാർട്ടുകളൊന്നും അങ്ങനെ അങ്ങോട്ട് സജീവമാവാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3 മണി 3:30 ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, ഞങ്ങൾ അവരെ കണ്ടെത്തി കഴിഞ്ഞു. അതാ 2 പേര്. സോ വന്നൊരു പുതുക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരം കടലിൽ നോക്കി നിന്നു കേട്ടോ. എന്തോ എന്നത്തെ പോലെ അന്ന് അത്രയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കടലിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ദൗത്യത്തിലേക്ക് കടന്നു. എന്തെങ്കിലും ഒന്ന് കഴിക്കുക, എന്തെങ്കിലും ഒന്ന് കുടിക്കുക, വയറൊന്ന് ഫുള്ളാക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ അധികം നിങ്ങൾ തിരയാനൊന്നും നിന്നില്ല. ആദ്യം കണ്ട കടയിലേക്ക് തന്നെ കയറി. ഇതൊക്കെയായിരുന്നു കേട്ടോ അടുത്ത സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ. കാടമുട്ട ഉണ്ടായിരുന്നു, കൂന്തൽ നിറച്ച ഉണ്ടായിരുന്നു, ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ സ്പെഷ്യലാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചായയാണോ കാപ്പിയാണോ മക്കൾക്ക് ഇഷ്ടം? അയ്യോ, ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഒരു പക്ഷേ പച്ചക്കറി. അങ്ങനെ ഇരുന്ന് കുടിച്ച് മടുത്ത് ഞാൻ പിന്നെ എണീറ്റ് നിന്ന് കുടിക്കാൻ തുടങ്ങി. എന്തോ ചായക്കൊന്നും പണ്ടത്തെ അത്ര ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ എല്ലാവരും അത്യാവശ്യം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാനിറങ്ങി. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് കുറച്ചധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനല്ലേ എപ്പോഴും എല്ലാവരും വീഡിയോ എടുക്കുക, എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് താന്നൊക്കെ പറഞ്ഞ് മുന്നിൽ നടക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും അത് അങ്ങനെയല്ലേ, നമ്മളെല്ലാവരും വീഡിയോ എടുക്കും, പക്ഷെ നമ്മുടെ വീഡിയോ എടുത്താൽ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിടിപ്പിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ആകാശത്തേക്ക് നോക്കി എന്ത് ഭംഗിയാണല്ലേ ആ സൂര്യൻ ഇങ്ങനെ വരുന്നത് ആ മേഘങ്ങൾക്കിടയിലൂടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റ് ഇതാ കടലിൽ ഇങ്ങനെ പതിക്കുമ്പോൾ ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ. ഇത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും കാലം വന്നപ്പോൾ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അതിലൂടെ ബോട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയായിരുന്നു. പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് തോന്നിയത് കടലിലെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് പിന്നോട്ട് വലിഞ്ഞിട്ടും കുറച്ച് ഭാഗം കുറച്ച് മുന്നോട്ട് വലിഞ്ഞിട്ടും ഉള്ള പോലെ തോന്നി. പിന്നെ കടലിൽ വെള്ളം കുറച്ചൊന്ന് പൊങ്ങിയ പോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി. അയാൾ പിന്നെ അധികം അവിടെ നിൽക്കാതെ തിരിച്ചു കയറി. അപ്പോൾ കയറി വരുന്ന സമയത്താണ് അവിടെ കുറച്ച് പേര് എന്തൊക്കെയോ
ഉണ്ടാക്കുന്നത് കണ്ടത്. കുറച്ച് പേര് അതിന് ചുറ്റും കാർപ്പറ്റൊക്കെ വിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ കൗതുകം തോന്നിയിട്ട് ഞങ്ങൾ അവിടേക്ക് ചെന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ ഇത് വോട്ടിങ്ങിൻ്റെ എന്തോ കാര്യം അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് മറ്റേ നമ്മുടെ സ്റ്റേജില്ല അതിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഈ ഭാഗം കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് റൗണ്ട് കഴിക്കാൻ പോയി. ഈ പ്രാവശ്യം ഞങ്ങൾ കാടമുട്ടൊരു പ്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇത് പക്ഷേ മറ്റേ കടയിൽ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ കടയിൽ ഉപ്പ് കുറവായിരുന്നു. അറിയപ്പെടുന്ന യൂട്യൂബറും അതൊന്നുമില്ല കേസ്, അവിടെ ഇംഗ്ലീഷ് കഫേയുടെ എന്തോ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ ഇന്നിവിടെ ഉള്ളത് നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലാണ്. നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ കൈവെള്ളയിലാണ്. പിന്നെ ഇവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഇവരുടെ വീഡിയോസൊക്കെ വ്ളോഗേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് അനിയത്തി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവാണ്. സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം പോയാലേ സമയത്തിന് ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഇത്ര 5 പേര് ഒരു ഓട്ടോയിലാട്ടോ വന്നത്. അയാൾ എക്സ്ട്രാ 20 രൂപ തരണമെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, എന്തായാലും 2 ഓട്ടോയിൽ പോകുന്നതിനേക്കാളും 1 പോകുന്നതല്ലേ ലാഭം. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. അങ്ങനെ സ്റ്റാൻഡിൽ പോയി നേരെ മഞ്ചേരി ബസ്സിൽ കയറി. ആ ബസ്സിൽ നിന്ന് ചേച്ചി ഛർദിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുളിക്കലെത്തിയപ്പോൾ സമയം 7 മണി 7:30. നാട്ടിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഇതാണ് കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ് ആണ്. മിഠായിപ്പം എന്ന് പറയും, ശർക്കര മിഠായി എന്ന് പറയും. നമ്മൾ ഉത്സവത്തിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എല്ലാവരും വാങ്ങി. ലാസ്റ്റ് പൊട്ടും പൊടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് തൂക്കി വാങ്ങിച്ചു. പിന്നെ നേരെ വീട്ടിൽ പോയിട്ടോ.